അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. മഹാന്റെ അരികത്തൊരാൾ വന്ന് പറഞ്ഞു, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്നി ഖതബതു ഇംറഅതൻ, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. ഫഅബത അൻ തൻകിഹനി, അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. അവളെ മറ്റൊരാളെ പ്രപ്പോസ് ചെയ്തു. അയാളെ അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും ചെയ്തപ്പോ ഫഗിറതു അലൈഹാ ഫഖതൽതുഹാ, ഞാനൊരു മനുഷ്യനല്ലേ, പിശാച് തലയിൽ കയറി. എന്നെ വിവാഹം കഴിക്കണ്ട എന്ന് പറഞ്ഞ പെണ്ണ് ഇനി മറ്റൊരാളിൻ്റെ കൂടെ ജീവിക്കരുത് എന്നെൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് വന്ന് പരാതി പറഞ്ഞപ്പോ, വിഷമം പറഞ്ഞപ്പോ, പിശാച് തലയിൽ കയറിയിട്ട് എത്രയെത്ര സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ വിവാഹം നിരസിക്കുമ്പോഴേക്കും ശത്രുതയിലേക്ക് മാറുന്നത്. തന്നെ വിവാഹം കഴിക്കരുത്, തന്നെ വേണ്ട എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ മറ്റൊരാള് കല്യാണം കഴിക്കുന്നു എന്നറിഞ്ഞപ്പോ അതിൽ അസൂയ മൂത്തിട്ട പെണ്ണിനെ കൊന്നുകളഞ്ഞ മനുഷ്യൻ മഹാനവറുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഹല്ലീ മിൻ തൗബ, എനിക്ക് പശ്ചാത്തപിക്കണമെന്നുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? നിരപരാധിയായൊരു പെണ്ണിന്റെ ജീവൻ ഞാൻ എൻ്റെ തലയിൽ കയറിയ പിശാചിന്റെ ദുർബോധനം കൊണ്ട് ചെയ്തു പോയ പാതകം, കൊലപാതകം, അള്ളാഹു എനിക്ക് മാപ്പ് നൽകുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ സ്വഹാബി, ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ നേതാവ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, അത്രമേൽ അറിവുണ്ടായിരുന്ന മഹാൻ, മദീനത്തെ മക്കയിലെ പള്ളിയിൽ മസ്ജിദുൽ ഹറാമിൽ 30 കൊല്ലം ദർസ് നടത്തിയിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, തനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു വന്ന മനുഷ്യനോട് തിരിച്ചു ചോദിച്ച ചോദ്യം, അ ഉമ്മുക ഹയ്യ, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, ഖാല ലാ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പില്ല. അപ്പൊ പറഞ്ഞു, തുബ് ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങ് മോനെ. വതഖറബ് ഇലൈഹി മസ്തതഅത്, സുന്നത്തുകൾ ചെയ്തിട്ടും സുന്നത്ത് നോമ്പെടുത്തിട്ടും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടും ദാനം ചെയ്തിട്ടും അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലിയിട്ടും റബ്ബിലേക്ക് ധാരാളം അടുക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇബ്നു അബ്ബാസ് തങ്ങളോട് മഹാന്മാരായ സ്വഹാബിമാര് ചോദിച്ചു, അല്ല, എന്തിനാണ് അയാളോട് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്? അപ്പൊ പറഞ്ഞു, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ, മാതാവിന് ഉപകാരം ചെയ്യുന്നതിനേക്കാളും ഉമ്മയെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലം കിട്ടുന്ന അമല് വേറെ ഉണ്ട് എന്നെനിക്കറിയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ട് ഇത് നൈസർഗികമായി ജന്മന ഉമ്മാക്ക് മക്കളോട് സ്നേഹമുണ്ട്. എന്നാൽ മക്കൾക്ക് ഉമ്മയോടുള്ള തിരിച്ചുള്ള സ്നേഹം അത് മതമാണ്, ദീനാണ് പഠിപ്പിച്ചു തരുന്നത്, അത് ശരീഅത്താണ് പഠിപ്പിച്ചു തരുന്നത്. സ്വല്ലു അല നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه